ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിൽ ബോട്ടിൽ ആർട്ട് ഒന്നല്ല, പകരം നമ്മളുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക ആളുകളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് CD. ഇപ്പോൾ ആരും യൂസ് ചെയ്യാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ പഴയ CDകളൊക്കെ സ്ക്രാച്ച് വന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് 2 ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു 0.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു മാർക്കർ പെൻ വെച്ചിട്ടാട്ടോ പോയിൻ്റ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഹോള് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സൂചി എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ സേഫ്റ്റി പിന്നെ ഒന്ന് ചൂടാക്കിയാലും മതി. കൈ പൊള്ളത്തെ നോക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് ഇത് ചൂട് പിടിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സേഫ്റ്റി മെഷർ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഹോള് എല്ലാ CDയിലേക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 CDയിലേക്കും ഹോള് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്കിതിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ്സ് വെച്ചിട്ട് ഒരു ഭാഗം മാത്രം കേട്ടോ ഞാനിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മറ്റു സൈഡ് ഞാനിത് ചെയ്യുന്നില്ല. ഞാൻ ആ ഒരു ഭാഗം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 3 CD ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് 2 CD ഒരു CD വെച്ചിട്ട് 2 ഭാഗത്തും ഇതുപോലെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് മണ്ടാല പെയിൻറ്റിങ്ങോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഡിസൈൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ വെച്ചിട്ടായാലും ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിറേഴ്സ് വെച്ചിട്ടായാലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മണ്ടാല പെയിൻറ്റിങ്ങിന് പ്രത്യേകിച്ച് പഠിക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് കുറച്ച് നേരം ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് മണ്ടാല പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ല. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പെൻസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ചെറിയ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബാമ്പു സ്ക്യൂറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെറിയ ഡോട്ട്സിന്. അതില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് WallDecor എന്തെങ്കിലും ചെയ്യണമെങ്കിൽ MDF ബോർഡ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനേക്കാൾ എളുപ്പമാണ് ഇതുപോലത്തെ CD നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ അക്രിലിക് പെയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ ഹോം മെയ്ഡ് WallDecors നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
CD-യിൽ പെയിൻറ്റ് ചെയ്തിട്ട് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്കതിൻ്റെ ഹോൾസിലായിട്ട് ചെറുതായി നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പേപ്പർ വെച്ചിട്ടുള്ളൊരു ത്രെഡാണ്. നിങ്ങൾക്ക് വൂളൻ ത്രെഡോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ തൂക്കിയിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത് അനുസരിച്ചിട്ട് കുറച്ച് നീളമുള്ള നൂല് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൂലിൻ്റെ മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയതായിട്ട് ക്ലേ വെച്ചിട്ട് ചെറിയ ബോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ത്രെഡിൻ്റെ കൂടെ ചെറിയ ബീഡ്സൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ മാലയുടെയൊക്കെ ബീഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് വൂളൻ ത്രെഡ് വെച്ചിട്ട് ചെറിയൊരു ഹാങ്ങിങ്ങും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാട്ടോ, ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് നമുക്കിതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇനി ആ സീഡിയുടെ സെൻറ്റർ ഭാഗത്ത് ചെറിയ ഹോളുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് കിട്ടും. ഇങ്ങനത്തെ കുഞ്ഞേതായിട്ടുള്ള കല്ലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ അത് സീഡിയാണെന്ന് തോന്നുകയില്ല. ഇതൊക്കെ ഓപ്ഷണൽ മാത്രമാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് പിക്ചർ വാർണിഷ് അടിച്ചു കൊടുക്കാം. ഇനി അത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.